വാർത്തകൾ വിശദമായി നോക്കാം. എറണാകുളത്ത് അമ്മ മകളെ പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ വഴിത്തിരിവ്. മരിച്ച 4 വയസ്സുകാരി പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അടുത്ത ബന്ധു കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി കുട്ടിയുടെ വീട്ടിൽ നിന്നും സഹിൻ ആന്റണിയും പോലീസ് സ്റ്റേഷനിൽ നിന്നും സൈഫുന്നീസയുമാണ് ചേരുന്നത്. ആദ്യം സൈഫുന്നീസയിലേക്കാണ്. സൈഫുന്നീസ, എന്തായാലും ഇന്നലെ രാത്രി ഏറെ ഞെട്ടലോടെയാണ് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടത്. നിലവിൽ ഏത് രീതിയിലാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്? കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്യുകയാണോ? വിവരങ്ങൾ നൽകാം. തീർച്ചയായും കസ്റ്റഡിയിലുള്ള ആളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതി ഉള്ളത്. ഈ പെൺകുട്ടിയെ ഇയാൾ 1 വർഷമായി പീഡനത്തിനിരയാക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ 4 വയസ്സുകാരി അമ്മ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുന്നത്. ഇതേ തുടർന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക സൂചനകൾ ആദ്യം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിവരവും പുറത്തുവിടാതെയായിരുന്നു പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ കുട്ടിയുടെ അമ്മയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 14 ദിവസത്തേക്കായിരുന്നു റിമാൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ ഈ കുട്ടിയുടെ അച്ഛന്റെ വീട്ടിലും ഒപ്പം തന്നെ അമ്മയുടെ വീട്ടിലും എല്ലാം തന്നെ പോലീസ് എത്തുകയും കൃത്യമായി നിരീക്ഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അച്ഛന്റെ ബന്ധു കൂടിയായ ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഇതേ തുടർന്നാണ് ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഈ പെൺകുട്ടി പീഡനത്തിനിരയായി എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഈ ആളുടെ കൃത്യമായ പേര് വിവരങ്ങൾ അടക്കം പോലീസ് പുറത്തുവിടുന്നും ഇല്ല. കുട്ടിയുടെ അടുത്ത ബന്ധു കൂടിയാണ് ഇയാൾ. ഈ അമ്മയ്ക്കും ഇത് അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി സംശയങ്ങൾ നീളുന്നത്. അത് വ്യക്തമാകണമെങ്കിൽ അമ്മയെ കസ്റ്റഡിയിൽ എടുക്കണം. പോലീസ് അമ്മയെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഈ അമ്മയ്ക്ക് ഇത് അറിവുണ്ടായിരുന്നോ, അതെന്തെങ്കിലും അങ്ങനെയുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലാണോ ഈ മകളെ കൊലപ്പെടുത്തിയതെന്നടക്കമുള്ള സംശയങ്ങളിലേക്കും ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരണം എങ്കിൽ ഈ അമ്മയെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരുടെ അടുത്ത ബന്ധു കൂടിയാണ്. ഇവരുടെ വീടിന്റെ അടുത്തൊക്കെയാണ് തന്നെയാണ് ഇയാളും താമസം എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ എത്ര നാളായി ഇയാൾ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം തെളിയേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനത്തിനിരയായി എന്നുള്ളതും കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും എല്ലാം തന്നെ മുറിവുകളുടെ പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ പോലീസ് ആ രീതിയിൽ അന്വേഷണം കൊണ്ടുപോവുകയും ഈ കുട്ടിയുമായി അടുത്ത് ഇടപഴകാറുണ്ടായിരുന്ന ആളുകളെ കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തത്. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത കസ്റ്റഡിയിൽ ആവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതി ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സൈഫുന്നീസ, എന്തായാലും ഇപ്പോൾ പോക്സോ, ബാലനീതി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അമ്മയെ വീണ്ടും ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും അത്തരം നടപടികളിലേക്ക് ഇനി നീങ്ങുക? അറസ്റ്റ് നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും. ബാലനീതി വകുപ്പും ഒപ്പം തന്നെ പോക്സോ കേസും ചുമത്തിയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ഉള്ളത്. അല്പസമയത്തിനും തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഈ കുട്ടിയുടെ ബന്ധുക്കൾ, അതായത് അച്ഛനടക്കമുള്ളവരെ പോലീസിനെ ഇനി വിശദമായി മൊഴി എടുക്കേണ്ടതുണ്ട്. ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാകും ഏതെല്ലാം വകുപ്പുകളാകും ചുമത്തുക എന്നുള്ളതും എന്തെല്ലാം നടപടികളിലേക്കായിരിക്കും ഇനി പോലീസ് കടക്കുക എന്നുള്ളതും മനസ്സിലാവുകയുള്ളൂ. എന്തായാലും നിലവിൽ ഈ